ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് സുപ്രീം കോടതിയിലും തിരിച്ചടിയുണ്ടായിരിക്കുന്നു. ശിക്ഷാവിധിക്ക് സ്റ്റേ ഇല്ല എന്നുള്ളതാണ്. ശ്യാം ദേവരാജ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, ഇപ്പോൾ ആന്റണി രാജുവിന് സുപ്രീം കോടതിയിലും രക്ഷ കിട്ടിയില്ല അല്ലേ? അങ്ങനെ തന്നെയാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിലെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ്, പ്രതിയാണ് ആന്റണി രാജു. ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നതായിരുന്നു ആന്റണി രാജു സുപ്രീം കോടതി നൽകിയ അപ്പീലിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഹർജി പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്യണം എന്നതായിരുന്നു ആന്റണി രാജുവിന്റെ ആവശ്യം. അതായത് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നതായിരുന്നു. എന്നാൽ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടില്ല. ആന്റണി രാജുവിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. ഈ കേസിൽ ചില വിചാരണ കോടതി വിധിയിൽ ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ഈ പരാമർശങ്ങൾ നീക്കണം എന്ന ആവശ്യവും കൂടി ആന്റണി രാജു ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലും തിരിച്ചടിയാണ് നേരിടുന്നത്. ഈ പരാമർശങ്ങൾ നീക്കാനും സുപ്രീം കോടതി വിസമ്മതിക്കുകയാണ്. മാത്രമല്ല, ഈ കേസിലെ അപ്പീൽ നേരത്തെ 1990-ലാണ് ഈ തൊണ്ടി മുതൽ കേസ് സംഭവിക്കുന്നത്. അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഈ തൊണ്ടി മുതലിൽ പ്രതിക്ക് വേണ്ടി തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയെന്നതാണ് കേസ്. ഇത് കേരള രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ഈ കേസിൽ നേരത്തെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ 3 വർഷത്തെ തടവിനും 10,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷയ്ക്ക് തൽക്കാലം സ്റ്റേ ഉണ്ടായിരുന്നു. പക്ഷേ ശിക്ഷാവിധി മരവിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ആന്റണി രാജു അപ്പീലുമായി സെഷൻസ് കോടതിയെ സമീപിച്ചു. എന്നാൽ സെഷൻസ് കോടതിയിൽ നിന്നും തിരിച്ചടിയായിരുന്നു ഫലം. തുടർന്നാണ് ആന്റണി രാജു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും കടുത്ത തിരിച്ചടിയേറ്റു. ഈ സാഹചര്യത്തിൽ ആന്റണി രാജുവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമായില്ല. ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആന്റണി രാജു കഴിഞ്ഞ ഈ കാലയളവിൽ 15ാം നിയമസഭാ കാലയളവിൽ MLA ആയിരുന്നു. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൈവന്നതുപോലും ഈ തൊണ്ടി മുതൽ തിരിമറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ല. ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഭാവി മനുഷ്യത്വത്തിലാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. സജീഷ് കൂടിയാണ്. സജീഷ്, ഇപ്പോൾ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയതായിരുന്നു ആന്റണി രാജു. പക്ഷേ ഈ തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് അവിടെയും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ശിക്ഷാവിധിക്ക് സ്റ്റേ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അടയുകയാണ് എന്നതിന്റെ കൂടി സൂചനയായതിനെ കാണേണ്ടി വരില്ലേ? സ്മൃതി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ തൊണ്ടി മുതൽ തിരിമറി കേസ് വന്നതിന് പിന്നാലെ അത് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അതിന് മറികടക്കാൻ വേണ്ടി മേൽക്കോടതിയിൽ നിരന്തരം അപ്പീൽ നൽകിയ ആന്റണി രാജുവിന് പിന്നീട് തിരിച്ചടി ലഭിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുന്നതുമായ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കോടതി വിധി തിരിച്ചടിയാകുന്നുണ്ട്. ആ സ്ഥാനാർത്ഥിത്വം പോലും അല്പസമയത്തേക്ക് മാറ്റിവെക്കാൻ LDF തയ്യാറായിരുന്നു. പക്ഷേ അവിടെയും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട് പിന്നാലെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ല. പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി കിട്ടുന്നത്. ശിക്ഷാവിധി മരവിപ്പിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി തീരുമാനം എടുത്തോടുകൂടി തന്നെ ഇനി അടുത്ത കാലത്തൊന്നും റോഷിബാൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടം വരെയും കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുകയായിരുന്നു ആന്റണി രാജു എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവുകയാണ്. ഇപ്പോൾ മുന്നണിയിൽ ആന്റണി രാജുവിന്റെ പാർട്ടിയിൽ ആന്റണി രാജു എന്നൊരു നേതാവിന് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രാധാന്യം ലഭിച്ചിട്ടുമുള്ളത്. അപ്പോൾ ആ പാർട്ടിയുടെയും ആന്റണി രാജുവിന്റെയും രാഷ്ട്രീയ ഭാവിക്കേറ്റ ഒരു തിരിച്ചടിയായി ഈ വിധിയെ കാണേണ്ടി വരില്ലേ ഋഷിപാൽ? സ്മൃതി, തീർച്ചയായും ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക്. കാരണം ആന്റണി രാജു അല്ലാതെ ആ പാർട്ടിയിൽ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ CPM ഒരു സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയത്. കാരണം അവസാന ഘട്ടം വരെ ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള ശ്രമം, അതിന്റെ ഭാഗമായുള്ള നിയമ പോരാട്ടം ആന്റണി രാജു നടത്തിയെങ്കിലും അനുകൂലമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇവിടെ തുലാസിലായിരിക്കുന്നത് ഈ സുപ്രീം കോടതി വിധിയോടെ. ഇനി എന്ത് തരത്തിലുള്ള പോരാട്ടമാണ്, ഇനി എന്താണ് സാധ്യത എന്നുള്ളതാണ് ആന്റണി രാജുവിന് മുന്നിൽ. ആന്റണി രാജുവിന് ഇനി മത്സരരംഗത്ത് പാർലമെന്ററി പൊളിറ്റിക്സിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശരി, അനിൽ ഇമ്മാനുവൽ ടെലിഫോൺ ലൈനിലുണ്ട്. അനിൽ ഇമ്മാനുവൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അനിൽ ഇമ്മാനുവൽ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ ആന്റണി രാജുവിനെതിരായ കേസ്. പൊടി പിടിച്ചു കടന്ന കേസ് പിന്നീട് പൊടി മാറ്റി മുകളിലേക്ക് എത്തിച്ചത് അനിലിന്റെ ഒരു നീക്കത്തിന് പിന്നാലെയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലും ഈ തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിക്കും എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്?
സ്മൃതി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 3-നാണ് ഈ കേസിൽ ആന്റണി രാജുവിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിക്കൊണ്ട് നെടുമങ്ങാട് കോടതി വിധി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം വലിയ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ മത്സരിക്കാൻ വേണ്ടി. അതിന് അദ്ദേഹത്തിന്റെ ശിക്ഷ വിധി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു, പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. ഇവിടെ നിന്നൊന്നും അനുകൂല തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് ആന്റണി രാജുവിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ ആവശ്യം, ഇതിനുള്ള അപേക്ഷ അനുവദിച്ചു കിട്ടാനായി ഇടതുമുന്നണി സീറ്റ് ഒഴിച്ചിട്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ സീറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഹൈക്കോടതി തീരുമാനമുണ്ടായത്. ഇടതുമുന്നണിയും അദ്ദേഹവും വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് നടക്കാതെ പോയി. അങ്ങനെ വിധി റദ്ദാക്കുന്ന ഒരു രീതി അപൂർവമായ കേസിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയും അദ്ദേഹത്തിന് ആവശ്യം തള്ളിയത്. അത് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനാവില്ല എന്ന് ഉറപ്പായതോടെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ അത് പ്രശ്നമാകും, തിരിച്ചടിയാകുമെന്ന് ഉറപ്പായിരുന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ എങ്കിലും സാധ്യതയുണ്ടാകുമോ എന്നുള്ളതായിരുന്നു പിന്നീട് മുമ്പിലുണ്ടായിരുന്ന ചോദ്യം. അത് ഈ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വന്നിരുന്നെങ്കിൽ അതുണ്ടാകുമായിരുന്നു. അപ്പോൾ അതും ആ വഴിയും അടയുകയാണ്. ഇനിയുള്ളത് അദ്ദേഹത്തിന് സാധാരണഗതിയിലുള്ള വിചാരണ കോടതി വിധിക്കെതിരെയുള്ള അപ്പീൽ നൽകി ഈ വിധി അദ്ദേഹത്തിന് അനുകൂലമായി പിന്നീട് അപ്പീൽ അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇനിയൊരു സാധ്യത അദ്ദേഹത്തിന് മുന്നിലുള്ളൂ എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഹൈക്കോടതി പരാമർശം നീക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ വിധത്തിലും ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്.